മലയാളത്തിന് ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ സുരഭി ഇപ്പോൾ ന്യൂസ് 8നോടൊപ്പം ചേരുകയാണ്. ആദ്യമേ അഭിനന്ദനങ്ങൾ അവാർഡ് നേട്ടത്തിൽ. അപ്പം എന്ത് തോന്നുന്നു ഇങ്ങനെ അവാർഡ് ലഭിച്ചപ്പോൾ? 13 വർഷത്തിന് ശേഷമാണ് മലയാളത്തിനൊരു അവാർഡ്. 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു അവാർഡ് എന്നുള്ള ഞാനത് വായിച്ച് അറിഞ്ഞതാണ്. എനിക്ക് അത് കിട്ടുമോ എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അത് വളരെ അധികം സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും വിളിച്ച് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുന്നത്, അഭിനന്ദനങ്ങൾ എന്ന് പറയുമ്പം വളരെ സന്തോഷവും കുറച്ചും കൂടെ ഉത്തരവാദിത്വബോധവും നമുക്കൊരു പേടിയും കൂടിയാണിത്. മികച്ച നടിക്കുള്ള ഒരു 6ാമത്തെ നടിയാണ് എന്നിട്ട് ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ 6ാം തമ്പുരാട്ടി എന്നാണ് വിളിക്കുന്നത്. അപ്പം പിന്നെ ജൂറിയുടെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ഈ മിന്നാമിനിങ് എന്ന സിനിമയിൽ സുരഭി അഭിനയിക്കുകയായിരുന്നില്ല, ജീവിക്കുകയായിരുന്നു എന്നാണ് ജൂറിയുടെ ഒരു വിലയിരുത്തൽ. ഈ വിലയിരുത്തലിനോടുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? ആ സിനിമയിൽ അങ്ങനെ ഒരു ഭയങ്കര സംഭവങ്ങളൊന്നും ഉള്ള ഒരു സിനിമയല്ല, ഇതുപോലെ ജീവിച്ച് പോകേണ്ട ഒരു സിനിമയാണ്. നമുക്ക് പലപ്പോഴും അതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പം നമ്മുടെ ചുറ്റിലും അങ്ങനത്തെ ഒരുപാട് സ്ത്രീകളെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ റിയൽ ലൈഫ് അതിൻ്റെ കഥാകൃത്ത് മനോജേട്ടൻ എടുത്ത് ഇങ്ങോട്ട് പകർത്തി വെച്ചതാണ്. അപ്പോൾ ആ ഒരു സത്യസന്ധത ഉള്ളത് കൊണ്ടായിരിക്കാം അത് ജീവിക്കുകയാണെന്ന് തോന്നിയത്. അത് നമ്മൾ അഭിനയിച്ച സമയത്ത് പിന്നെ അതിൻ്റെ കൂടെ ആ കഥയുടെ കൂടെ നമ്മൾ നിന്നാൽ മതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും അതങ്ങനെ തോന്നിയിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയായിരുന്നു ഈ ഒരു കഥാപാത്രത്തിൽ ഒരു പരകായ പ്രവേശം? വായിച്ചിട്ടുണ്ട്, ഒരു മേട്രൻ, ഹോസ്റ്റൽ മേട്രനുമായി ബന്ധപ്പെട്ടാണ് ഞാനിതിൽ അഭിനയത്തിന് വഴങ്ങിയതെന്നുള്ള രീതിയിൽ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് പരിചയമുള്ളവരോ നമ്മൾ തിരയുമല്ലോ, ഇത്തരത്തിലുള്ള മുഖങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ തിരഞ്ഞു നോക്കുമല്ലോ. അപ്പം അങ്ങനെ ഒരുപാട് ഇപ്പോൾ രാവിലെ തന്നെ ഒരു 3 മണി മുതൽ പല കാര്യങ്ങളും വീട്ടിലെ കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം നോക്കി 7 മണിയാകുമ്പോഴത്തേക്ക് ഡ്യൂട്ടിക്ക് എത്തുന്ന പല സ്ത്രീകളെയും നമ്മൾ പല സ്ഥലത്തും കാണാറുണ്ട്. അപ്പോൾ എൻ്റെ മേട്ടനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരംകാരിയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു സ്ത്രീയും കൂടിയാണ്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ആദ്യം കയ്യെഴുത്ത് പ്രതിയാണ് എനിക്ക് തന്നത്. ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് കിട്ടിയിട്ട് ഞാൻ അഭിനയിക്കുന്ന ഒരു സിനിമയും കൂടിയാണിത്. അപ്പം പിന്നെ അതിൻ്റെ അച്ചടിച്ച ഇത് DTP എടുത്ത സ്ക്രിപ്റ്റ് തന്നപ്പം ഞാനത് സിനിമയുടെ ലാസ്റ്റ് തുടങ്ങുന്നതിൻ്റെ തലേന്ന് ഇവർ എന്നോട് പറഞ്ഞു, കോഴിക്കോടൻ സ്ലാങ് അല്ലാത്ത, ഇവരിപ്പോൾ എവിടെയായാലും കുഴപ്പമില്ല, പക്ഷേ MIT മൂസയിലുള്ള ആ ഒരു ലൈൻ പിടിക്കാത്ത രീതിക്ക്. MIT മൂസ ശരിക്കും കോഴിക്കോടൻ സ്ലാങ്ങിലായതുകൊണ്ടാണ് പാത്തു എന്ന കഥാപാത്രം മലയാളി മനസ്സിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ അവർ കാണിച്ചൊരു ധൈര്യം എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അനിൽ സാറും മനോജേട്ടനും എന്ത് ധൈര്യത്തിലാണ് എനിക്ക് ഇത്രയും വലിയ ഇതിൻ്റെ ഒരു വില നമുക്ക് ഈ കഥാപാത്രത്തിൻ്റെ ഒരു സാധ്യതകളൊക്കെ ഇത്രയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്ത് ധൈര്യത്തിലാണ് അവരെനിക്കിത് തന്നതെന്ന് ഞാനിപ്പോഴും ആലോചിച്ച് അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ അത് ലാസ്റ്റ് ദിവസം ഞാനത് വായിച്ച് നോക്കിയപ്പം നമ്മളെ മനസ്സിലേക്ക് അറിയാണ്ട് തെളിഞ്ഞു വന്നതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മീനാ മേട്ടൻ്റെ മുഖം. അങ്ങനെ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്യാരക്ടറിലേക്ക് കയറാൻ, നമുക്ക് പരിചയമുള്ള ആളുടെ അടുത്തേക്ക് കയറുന്ന പോലെ ഈ കഥാപാത്രത്തിലേക്ക് പെട്ടെന്ന് കയറാൻ പറ്റി. പിന്നെ ഇതിൽ തിരുവനന്തപുരം ശൈലി ഇതിൽ പിടിച്ചിട്ടില്ല. ഇവർ തിരുവനന്തപുരത്തുള്ള ഏതോ ഒരു ഭാഗത്തുള്ള ഒരു സ്ത്രീ ആണല്ലോ എന്ന സംശയത്തിൽ ആശങ്ക നിർത്തിക്കൊണ്ടുള്ളൊരു സാധനം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് സ്ക്രിപ്റ്റിനെയും അതിൻ്റെ ഡയലോഗിനെയും ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ, മാറ്റാത്ത രീതിയിൽ അതേന്നുള്ളതിന് അങ്ങനെ അതിൻ്റെ ഒരു കൊളോക്കിയൽ ചില വാക്കുകൾ ഒരു ചെറിയ തട്ടുകൾ കൊടുക്കുമ്പോൾ തിരുവനന്തപുരത്തിലേക്ക് മാറുന്ന തരത്തിൽ അതിനെ മാറ്റാൻ എന്നെ സഹായിച്ചത് കൃഷ്ണൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ കോ ആക്ടറും കൂടിയാണ്. അത് മനോജേട്ടൻ്റെ സഹായത്തോടു കൂടി. എന്തായാലും തിരുവനന്തപുരത്ത് കുറച്ചാലും താമസിച്ചുകൊണ്ട് അത്ര വലിയൊരു പ്രയാസം അല്ല, കേട്ടുപരിചയമുണ്ട് ഇഷ്ടം പോലെ. പിന്നെ മേട്ടൻ എപ്പോഴും എന്തോന്നടേ ഇവിടെ കളിക്കണത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഓടിക്കുന്നൊരു മേട്ടനാണ്. പിന്നെ തിരുവനന്തപുരത്തുള്ള ഒരുപാട് കുട്ടികളുടെ കൂടെ ഞാൻ പഠിച്ചിട്ടുണ്ട്. 1 വർഷത്തോളം അഭിനയ തിയേറ്റർ റിസർച്ച് സെൻറ്ററിൽ ആക്ടറായിട്ട് വർക്ക് ചെയ്തതുകൊണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്ത കുറേ ആളുകൾക്കും തിരുവനന്തപുരംകാരാണ്. അപ്പോൾ ആ ശൈലി എനിക്ക് വളരെ പരിചിതമാണ്. ജ്യോതിഷംജിയും പാർവതി ചേച്ചിയും അവരൊക്കെ തിരുവനന്തപുരത്തിൻ്റെ വളരെ പരിഷ്കാരം നിറഞ്ഞ ആളുകളാണെങ്കിൽ കൂടി അവരുടെ ഉള്ളിലൊരു തിരുവനന്തപുരം അതിൻ്റെ ഒരു നൈർമല്യം കിടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ജോഷേൻ്റെ അടുത്തൊക്കെ. അപ്പം പിന്നെ ശൈലജ P. അമ്പു, പുള്ളിക്കാരിയൊക്കെ നാടകത്തിലുള്ളൊരു ആക്ട്രസ്സാണ്. അപ്പോൾ ആദ്യഘട്ടങ്ങളിൽ ഞാൻ അവരോടുമൊക്കെ ഡയലോഗ്സൊക്കെ മാറ്റി ചോദിച്ചിട്ട് അപ്പോൾ പറഞ്ഞു, എടി നീ അങ്ങനെ ഒന്നും നോക്കണ്ട, നീ പക്ക പിടിക്കാനും ശ്രമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നിനക്ക് പറ്റുന്ന രീതിയിൽ അങ്ങ് ചെയ്താൽ മതി, അത് ഓക്കെ ആയിരിക്കും, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ടൊരു ധൈര്യം തന്നിരുന്നു. എന്തായാലും ഇപ്പം നാടകത്തിലൂടെയാണ് സുരഭി അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. അഭിനയയിലൂടെയാണ് വീണ്ടും കുറച്ചുകൂടി സജീവമാകുന്നത്, PG പഠനത്തിന് ശേഷം സജീവമാകുന്നത്. പിന്നീട് MIT മൂസയിലെ പാത്തുവായി മലയാള മനസ്സിലെ ആകെ കീഴടക്കിക്കൊണ്ട് മുന്നേറുന്ന ഒരു അവസരത്തിലാണ് ഇപ്പോൾ പ്രോഗ്രാം അതിൻ്റെ ഭാഗമായി ഒരുപാട് വിദേശ പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിനോദ് കോവൂർ അടക്കമുള്ള സംഘത്തോടൊപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ആറോ ഏഴോ സിനിമ, വിരലെണ്ണാവുന്ന സിനിമ മാത്രമേ സുരഭി ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഉള്ള ഈ ഒരു ചുരുങ്ങിയ കാലയളവിലുള്ള ഈ ഒരു നേട്ടത്തെക്കുറിച്ച് നാട്ടുകാരുടെ അഭിപ്രായം എന്താണ്, വീട്ടുകാരുടെ അഭിപ്രായം എന്താണ് പൊതുവിലുള്ള ഒരു വിലയിരുത്തൽ? 6 7 സിനിമകൾ മാത്രമേ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ വിജയിച്ച സിനിമകൾ ഉള്ള അത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നേ ഉള്ളൂ. 10-40ഓളം സിനിമകളിൽ ഞാൻ ചെറുതും കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ, കുട്ടി കുട്ടി വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ ചെയ്തിട്ടുണ്ട്. MIT മൂസ വന്നപ്പോൾ ഇപ്പം അതെല്ലാം ആളുകൾ ശ്രദ്ധിച്ചു. ഈ സിനിമയിലുണ്ടല്ലേ, ഓ അത് നിങ്ങളായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പം എന്തായിരുന്നു നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്ന പറഞ്ഞത്? അതായത് പിന്നെ ഇത്രയും ചുരുങ്ങിയൊരു കാലയളവിനകത്ത് ഇങ്ങനെയുള്ള ഒരു നേട്ടം അത് അപൂർവമായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര പേടി. എല്ലാവരും കുറേ അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്നതും അല്ലെങ്കിൽ കിട്ടാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു അവാർഡാണ് ദേശീയ അവാർഡ് എന്നൊക്കെ പറഞ്ഞ ഒരു നടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡല്ലേ. അപ്പോൾ അത് ഏറ്റവും പീക്ക് ആ ഒരു ഇതിൽ കിട്ടുന്ന ഒരു ഇതാണ്. ഇത് ഞാൻ ഇങ്ങനെ ഇതിനിടയിൽ കൂടെ എനിക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുള്ളൊരു ഇതാണ്. അപ്പം എനിക്ക് അതുകൊണ്ട് ഭയങ്കര എന്താ പറയുക, ഉത്തരവാദിത്തങ്ങൾ കൂടി, സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയാണ് ആളുകൾ എന്നെ ആ തരത്തിലാണ് ഫസ്റ്റ് തന്നെ എന്നെ വിലയിരുത്തിയിട്ട് എന്നെ നോക്കിക്കാണുക എന്നുള്ളൊരു ഒരു 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 സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു പേടിയുണ്ട്. അപ്പം നമ്മൾ ഇനി നമുക്കിനി അത്തരത്തിൽ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ കിട്ടണം. ചെറുതെങ്കിലും പിന്നെ സിനിമയ്ക്ക് ആവശ്യമുള്ള സാധ്യതയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്യാരക്ടർ റോൾസ് കിട്ടുമ്പോഴേ എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. സംസ്ഥാന സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സമിതിയുടെ പ്രത്യേക പരാമർശവും ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന അവാർഡ് കിട്ടാത്തതിലൊരു നിരാശയുണ്ട്, അല്ലെങ്കിൽ അതിനെ മറികടക്കുന്ന ഒരു നേട്ടമായി ദേശീയ അവാർഡിനെ വിലയിരുത്തുന്നുണ്ട്? ഇപ്പം ഫസ്റ്റ് തന്നെ എനിക്ക് കേരള സംഗീത നാടക അക്കാദമിയുടെ ബെസ്റ്റ് ആക്ട്രസിനുള്ള നാടക നടിക്കുള്ളതും ഈ വർഷം കിട്ടി. ഏറ്റവും നല്ല നടിക്കുള്ള സിനിമയിലുള്ള ദേശീയ പുരസ്കാരം ഈ വർഷം തന്നെ കിട്ടി. അപ്പോൾ അത് രണ്ടും ഭാഗ്യമായിട്ട്, രണ്ട് മാധ്യമത്തിൻ്റെയും ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് കിട്ടുന്നത് വളരെ അപൂർവമായിട്ട് കിട്ടുന്നൊരു ഇതാണ്. ആ ഒരു നേട്ടം എനിക്ക് കിട്ടിയതിൽ വളരെ സന്തോഷവും നന്ദിയുണ്ട് ദൈവത്തോട്. സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോൾ എല്ലാവരും അവസാന റൗണ്ടിലൊക്കെ വരുന്ന സമയത്ത് ഇപ്പം എന്താണെങ്കിലും നമുക്കൊക്കെ ഉള്ളിലൊരു ആഗ്രഹം, ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ എന്നുള്ളൊരു തോന്നലുകളുടെ അപ്പുറത്തേക്ക് എന്തായാലും എനിക്ക് കിട്ടണം അങ്ങനെയുള്ളൊരു സാധനമല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കാളും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെയാണ് ഞാൻ മത്സരം. നേരത്തെ പ്രൂവ് ചെയ്തിട്ടുള്ള റിമയാണെങ്കിലും അതുപോലെ തന്നെ കാവ്യ മാധവൻ, ഇവർക്കൊക്കെ നേരത്തെ അവാർഡ് കിട്ടിയ ആളുകളാണ്. അതിൻ്റെ കൂട്ടത്തിൽ മിന്നാമിനിങ് എന്ന് പറഞ്ഞ കൊച്ചു സിനിമ ആണ് അത്. ആ സിനിമ ഇവരുടെയൊക്കെ കൂടെ മത്സരിച്ചു അവസാന റൗണ്ടിലെത്തി എന്ന് പറയുന്നതൊക്കെ തന്നെ ഒരു അവാർഡിന് തുല്യമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ജൂറി അഭിനയത്തിന് പ്രത്യേക പുരസ്കാരം തന്നു പറഞ്ഞപ്പോഴും ഒക്കെ ആ തരത്തിൽ എനിക്ക് സന്തോഷം തന്നിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇഷ്ടങ്ങളാണ്, ഓരോ തരത്തിലുള്ള ഇഷ്ടങ്ങളാണ്. ഞാനും ജഡ്ജ്മെൻറ്റിനൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത്. അത് ഡാൻസിനും ഭരതനാട്യത്തിനും അങ്ങനെയൊക്കെയുള്ള കലാരൂപങ്ങൾക്ക്. അപ്പം ഈ ജില്ലാ കലോത്സവത്തിലൊക്കെ നന്നായിട്ട് കളിക്കുന്ന 5 പേരുണ്ടാവും അല്ലേ. ഈ 5 പേരിൽ ഞങ്ങൾ 3 പേര് കൺഫ്യൂഷൻ, എന്ത് ചെയ്യും, എല്ലാവരും ഒരേപോലെ മാർക്കിട്ട് ഇടി എന്ത് ചെയ്യും, ആർക്ക് കൊടുക്കും എന്നുള്ളത്. അപ്പം നമ്മളെല്ലാവരും കൂടി നമ്മുടെ ഉള്ളിലുള്ളൊരു എന്തോ ഒരു ഇഷ്ടത്തിൻ്റെ പേരിലായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോകുന്നത്. അതുകൊണ്ട് ഫൈനൽ റൗണ്ടിലെത്തിയ ഞങ്ങളെ മോശക്കാരാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കിട്ടിയില്ലല്ലോ ഒന്നുള്ളൊരു വിഷമം എനിക്ക് തോന്നിയില്ല. എന്നെ സമാധാനിപ്പിക്കാനായിരുന്നു കുറേ ആൾക്കാർ. അപ്പോഴാണ് എനിക്ക് തോന്നി ഇത് കിട്ടേണ്ടതായിരുന്നോ എന്നുള്ളൊരിത്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ അവാർഡ് ഈ സിനിമയിൽ അഭിനയിച്ചതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഔസേപ്പച്ചൻ സാറ്, എനിക്ക് അദ്ദേഹത്തെ അധികം പരിചയമൊന്നുമില്ല. അപ്പോൾ പുള്ളിക്കാരൻ ഈ പടം ചെയ്യുന്നത് വളരെ തുച്ഛമായിട്ടുള്ളൊരു റെമ്യൂണറേഷൻ മാത്രം വാങ്ങിച്ചിട്ടാണ്. അപ്പം അത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സുരഭി ഇതിലൊരു അവാർഡ് കിട്ടും കേട്ടോ കുട്ടിക്ക് എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ ഒരു അവാർഡ് കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു അവാർഡ് കിട്ടിയ പോലെ. കാരണം 10-700ഓളം സിനിമകൾ ചെയ്തു, എത്ര നടിമാരെ കണ്ടിരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടർക്കും പിന്നെ അനിൽ തോമസ് ഏട്ടനും മനോജേട്ടനും ഒക്കെ എല്ലാവരുടെ ഉള്ളിലൊരാഗ്രഹമായിരുന്നു എന്തെങ്കിലും ഒരു സമ്മാനം അവൾ നന്നായി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുള്ളൊരു കൂട്ടമായ പ്രവർത്തനത്തിൻ്റെ ഒരു അംഗീകാരമായിട്ട് ഇതിനെ കാണുന്നു. ഞങ്ങൾക്ക് സംസ്ഥാനത്ത് കിട്ടാത്തതിൽ എന്തെങ്കിലും മനസ്സിൽ വിഷമമുണ്ടെങ്കിൽ അത് ദേശീയത്തിൽ തീർന്നല്ലോ, അതാണ് എല്ലാവരും പറയുന്നത്. ആ ഒരു സന്തോഷം. അത് എന്തായാലും മിന്നാമിനിങ് എന്ന് പറയുന്ന ഒരു ചിത്രം ആളുകൾക്ക്, പ്രേക്ഷകർക്കിടയിൽ എത്തിയിട്ടില്ല.
ഇനി എങ്ങനെയാണ് അതിൻ്റെ റിലീസും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത്? അത് ഈ വലിയ വലിയ ചിത്രങ്ങളുടെ കൂടെ ആയിരിക്കില്ല. ഇപ്പോൾ വിഷു ചിത്രങ്ങളൊക്കെ ഇറങ്ങാനിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഒരു എന്താണ് ഒരു തിരക്ക് തള്ളിക്കയറ്റമൊക്കെ കഴിഞ്ഞിട്ട് മെയ് മാസത്തിൽ ഇതിറങ്ങും. ഇതൊരു അവാർഡ് സിനിമ പോലെ നമ്മൾ കണ്ടു നിന്ന് ഉറങ്ങിപ്പോകുന്ന അല്ലെ ഭയങ്കര ബുദ്ധിജീവി സിനിമ അങ്ങനെയൊന്നുമല്ല. വളരെ ലൈറ്റായിട്ടുള്ള നല്ല നമുക്കൊരു കണ്ടാൽ ഒരു ഫീല് തരുന്ന ഒരു വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട്. അതെ 10-15 ദിവസം കൊണ്ടാണെങ്കിലും നമ്മൾ 30 ദിവസത്തിൻ്റെ എഫേർട്ട് അതിന് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ 6 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങും, രാത്രി 11 മണി വരെ. അപ്പോൾ ആ മണിക്കൂറുകൾ കൂട്ടി നോക്കുമ്പോൾ സത്യത്തിൽ സാധാരണ സിനിമ എടുക്കുന്ന സമയത്തിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷെ അത്രയും ഹാർഡ് വർക്കായിരുന്നു ആ സിനിമ തീർക്കാൻ ആ ഒരു ചെറിയൊരു കാലയളവിനുള്ളിൽ. അപ്പം എന്താണെങ്കിലും ഇഷ്ടപ്പെടാത്തൊരു സിനിമയായിരിക്കില്ല എന്ന് ഉറപ്പുണ്ട് ഇതിൽ. കാരണം വലിയ വലിയ താരങ്ങളോ ഇതൊന്നും ഇല്ലാതെ ഈ പടം ഇറക്കിയാൽ എനിക്കാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള മാർക്കറ്റും ഇല്ലാത്ത സമയത്ത് പിന്നെ ഈ പടം സുരഭി അഭിനയിച്ച സിനിമ ആരും കാണില്ല. ഇപ്പം ചിലപ്പോൾ ദേശീയ അവാർഡ് കിട്ടിയ സിനിമ എന്നുള്ള രീതിക്ക് ഒക്കെ ശ്രദ്ധിക്കപ്പെടുമായിരിക്കും. അന്ന് അതിനൊന്നുള്ളൊരു സ്കോപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പം മെയ് മാസത്തിൽ ഇറങ്ങുമ്പോൾ എല്ലാവരും കാണണം. ആരെയും നിരാശപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കില്ല. ബന്ധങ്ങളുടെ ഒരു കഥ പറയുന്ന ഒരു സിനിമയാണത്. എന്തായാലും മലയാള സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സഹതാരങ്ങളായി അഭിനയിക്കുന്ന ആളുകൾ എപ്പോഴും അവസാനം വരെയും സഹതാരങ്ങളായി മാറിപ്പോകുന്ന ഒരു ചരിത്രമാണ് മലയാള സിനിമയ്ക്കുള്ളത്. സുരഭി അതിൽ നിന്നും വളരെ പെട്ടെന്നാണ് മാറി ഒരു നായിക പ്രാധാന്യമുള്ള കഥാപാത്രത്തിലെത്തി ഇപ്പോൾ ദേശീയ അവാർഡ് വാങ്ങുകയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ക്യാരക്ടർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കേന്ദ്ര കഥാപാത്രത്തെ മാത്രമായിരിക്കും തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ മുൻപത്തെ പോലെ? ഒരിക്കലുമില്ല. എനിക്ക് നായികയാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എപ്പോഴും അത് പറയുന്നതാണ്. എനിക്ക് നല്ല നല്ല ക്യാരക്ടർ റോൾസ് ചെയ്യാനാണ് കൂടുതലും ഇഷ്ടം. എന്ന് വെച്ച് നായികയാക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ആക്കാട്ടോ, അങ്ങനെയല്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ വാശികളൊന്നുമില്ല. വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആവുക. ഏതൊരു ഡയറക്ടേഴ്സിനും ഓക്കെ ഈ ക്യാരക്ടർ ഇവർക്ക് കൊടുത്താൽ നന്നായിരിക്കും, അത് അവരുടെ കയ്യിൽ ഭദ്രമാണ് എന്ന രീതിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ്, ഒരു സ്റ്റാറും ആർട്ടിസ്റ്റും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് വരാനാണ് എനിക്കിഷ്ടം. ഏത് ഡയറക്ടേഴ്സിനും കുഴയ്ക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ നമ്മൾ ഫ്ലെക്സിബിൾ ആയിക്കൊണ്ടിരിക്കുക. അത് ആടിയേ ആട്ടം വരുമെന്ന് പറയുന്ന പോലെ കുറേ ചെയ്യുമ്പോഴാണ് ആ ഒരു വഴക്കം നമുക്കുണ്ടാവുക. ആ വഴക്കത്തിലേക്ക് എനിക്കിപ്പോൾ ഉള്ള ഇപ്പോൾ ഉള്ളതും മുന്നേ ഉള്ളതുമായിട്ടുള്ള സംവിധായകരും പുതിയ എഴുത്തുകാരും ഒക്കെ അത്തരത്തിൽ കഥാപാത്രങ്ങൾ തന്നിട്ട് അത്തരത്തിലുള്ളൊരു വഴക്കം വന്ന ഒരു നടിയായിട്ട് മാറാനുള്ള ഒരു അവസരം കൂടി ഈ ദേശീയ അവാർഡ് കിട്ടിയപ്പോൾ എനിക്ക് തരണമെന്നുള്ളൊരു അപേക്ഷയാണ്. കാരണം അല്ലെങ്കിൽ അതിനൊരു പ്രസക്തിയും ഇല്ലാതെ ആയിപ്പോവും. അപ്പം അങ്ങനെയുള്ളൊരു നടിയായി മാറട്ടെ, അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ കിട്ടട്ടെ. അത് കുഞ്ഞതാണെങ്കിലും ശരി, അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവണം. ആ സിനിമയിൽ ആ സീനിനെ കൊണ്ടൊരു ആവശ്യം ഉണ്ടായിരിക്കണം. അതൊരു നോട്ടം കൊണ്ടാണെങ്കിൽ പോലും നമ്മൾ വെറുതെ വന്നൊന്ന് നോക്കി പോവുകയാണെങ്കിലും ശരി, അതിന് ആ സിനിമയിൽ പ്രാധാന്യം ഉണ്ടായിരിക്കണം. എന്തായാലും സലാലയിൽ നിന്നും ഈ അവാർഡ് വിവരം അറിഞ്ഞ് നാട്ടിലെത്തിയ ശേഷം നരിക്കുനിയിൽ വലിയൊരു ജനത്തിരക്കാണ്. നാട്ടുകാരുടെ ഒരു അവാർഡ് എന്നാണ് സുരഭി എല്ലാവരോടും പറയുന്നത്. എന്താണ് നാട്ടുകാരുടെ ഒരു ഫീലിംഗ്? സത്യത്തിൽ ഭയങ്കര എൻ്റെ നാട്ടുകാരെ സന്തോഷം കണ്ടിട്ട്, നാട്ടുകാർ വെച്ചാൽ കോഴിക്കോട് ജില്ല അടക്കമുള്ള ആൾക്കാരായിട്ട് ഞാൻ പറയുന്നത്. പിന്നെ എൻ്റെ നരിക്കുനിക്കാരുടെ ഇളയിറ്റിൽ വട്ടോളിയൊക്കെ ഉള്ള ആളുകളുടെ സന്തോഷം കണ്ടിട്ട് എനിക്ക് എൻ്റെ ദൈവം ഇവരെന്താ ഇത്രയൊക്കെ സന്തോഷം, അയ്യോ എന്ന് പറഞ്ഞാൽ അവർ കരയൊക്കെ ചെയ്യുന്നു. 5-10 കിലോമീറ്റർ മുമ്പ് ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തിയിട്ട് നരിക്കുനിയിലുള്ള മുഴുവൻ യുവാക്കളും ബൈക്ക് എടുത്തിട്ടാണ് എന്നെ നരിക്കുനിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ എത്തിയപ്പോൾ നാട്ടിലുള്ള ഈ പൊരി നട്ടുച്ച 12 മണി വെയിലത്ത് സകലമാന പെണ്ണുങ്ങളും ആണുങ്ങളും റോട്ടിൽ വന്ന് അത്രയും ആളുകൾ എന്നെ സ്വീകരിച്ചപ്പോൾ ശരിക്കും ഇതിൽ കൂടുതൽ എന്താ വേണ്ടതെന്ന് തോന്നിപ്പോയി. അപ്പം ഞങ്ങൾക്ക് ഐശ്വര്യ റായ്ക്ക് കിട്ടിയാൽ ഞങ്ങൾക്ക് കാര്യമില്ലല്ലോ സുരഭി, ഞങ്ങളെ സുരഭിക്ക് കിട്ടുമ്പോൾ അല്ലേ ഇത് ഞങ്ങൾക്ക് സന്തോഷിക്കുക. അത് സുരഭി ഞങ്ങളുടെയും കൂടി അവാർഡാണ് എന്ന് പറഞ്ഞിട്ട് ആണ് അവരാഘോഷിക്കുന്നത്. അപ്പം അതിൽ ഭയങ്കര സന്തോഷം. ഇന്നലെയൊക്കെ രാത്രി 2 മണിക്കൊക്കെയാണ് ആളുകൾ പോകുന്നത്. അപ്പം അത്തരത്തിൽ എൻ്റെ ഗ്രാമത്തിന് കിട്ടിയൊരു അവാർഡായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ പല ഘട്ടങ്ങളിലും എന്നെ കടത്തിവിട്ട, അതായത് വിമൽ സാറായിരുന്നു തോന്നുന്നു, പിന്നെ ഇതിൻ്റെ പ്രാഥമിക ജൂറിയിലുള്ള ആളുകൾ. അവിടുന്ന് പടം പോയാലാണ് പ്രിയൻ സാറിൻ്റെ ഒക്കെ അടുത്തേക്ക് എത്തുക. അപ്പം ഇവർ രണ്ടുപേരും പിന്നെ നമുക്ക് അവരെ മാത്രമേ, ബാക്കി 11 ആളുകൾ ആരാണെന്ന് പോലും അറിയില്ല. അപ്പോൾ എന്നെ ഈ ഒരു വലിയൊരു അംഗീകാരത്തിന് തിരഞ്ഞെടുക്കുക, എൻ്റെ ഒരു രാത്രി കൊണ്ട് ഒരു 7-ാം കടൽ കടന്ന് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ അറിഞ്ഞിട്ടില്ല, 3.5 മണിക്കൂർ ഫ്ലൈ ചെയ്ത് അവിടെ ഇറങ്ങുന്നത് ഞാനൊരു ദേശീയ താരമായിട്ടാണ്.
അപ്പം അതെനിക്ക് ഭയങ്കര സന്തോഷം. അതിന് ഞാൻ അവരോടൊക്കെ നന്ദി പറയുന്നു. കാരണം എനിക്ക് നേരിട്ട് അവരെ കണ്ട് പറയാൻ അവാർഡ് വാങ്ങുമ്പോൾ അവസരം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് ഇത്തരത്തിലുള്ള ഇതിൽ ഞാൻ നേരിട്ട് അറിയിക്കുകയാണ്. എന്നാലിപ്പം വീട്ടിൽ എങ്ങനെയാണ് അച്ഛൻ, അമ്മ, കുടുംബങ്ങൾ എന്താണ് ഈ ഒരു അവസ്ഥ? അച്ഛനില്ല, അമ്മയും ചേച്ചിമാരും ഒക്കെയാണ്. അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അന്ന് ഞാൻ സലാലയിലിരിക്കുമ്പോൾ അമ്മയൊക്കെയാണ് ലൈവിൽ കാരണം എൻ്റെ അമ്മയൊന്നും ഇതുവരെ അങ്ങനത്തെ ഒരു ഇതിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അമ്മയൊക്കെയാണ് ഏഷ്യാനെറ്റിനും ഇതിനുമൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അപ്പോൾ അവരൊക്കെ പക്ക നാട്ടും പുറത്തുള്ള ആളുകളാണ്. അപ്പം ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു ഇത് വരുന്നത്. പക്ഷേ അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ചേച്ചി പറഞ്ഞു ഒക്കെ കിട്ടുന്ന എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് അവളുടെ നമ്മുടെ ഒരു സ്വകാര്യം, നമ്മളുടെ ആളുകൾക്ക് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നുള്ള രീതിക്കുള്ളൊരു ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതൊക്കെ സാധിച്ചാൽ അവരുടെയൊക്കെ കഷ്ടപ്പാടിന്, എൻ്റെ നാട്ടുകാരുടെയും എൻ്റെ വീട്ടുകാരുടെയും ഒക്കെ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലമായിട്ടുള്ള ഒരു അവാർഡാണ്. ഓക്കെ, എന്തായാലും ദേശീയ അവാർഡ് നേട്ടത്തിൽ സുരഭിയുടെ വീടും നാടും ഒരുപോലെ ആഹ്ലാദത്തിലാണ്. നിലയ്ക്കാത്ത ഫോൺ വിളികളും അഭിനന്ദന പ്രവാഹങ്ങളുമാണ് സുരഭിക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം പ്രദീപ് നാരായണൻ, ന്യൂസ് 18 കോഴിക്കോട്.